സോഷ്യൽ മീഡിയ ജസ്റ്റിസ് എന്ന പേരിൽ വൈറൽ വീഡിയോസ് ഉണ്ടാക്കി ആരുടെയും ജീവിതം കളയരുത്. ഹലോ ഗായ്സ്, വെൽക്കം ടു ഡെയിലി പോസ്റ്റ്മാൻ വ്ലോഗ് ഡേ 17. പതിവ് പോലെ രാവിലെ തന്നെ SOയിലെത്തി. ഇന്ന് അത്യാവശ്യം മെയിൽ വോളിയുള്ള ദിവസമാണ്. കൂടുതലും പാഴ്സലുകളാണ്. ഒട്ടും വൈകാതെ എല്ലാം സോർട്ട് ചെയ്ത് ഡെലിവറിക്ക് ഇറങ്ങി. ഇന്നെന്തോ ഒരു മൂഡില്ലാത്ത ദിവസമാണ്. രാവിലെ തന്നെ ഒരച്ഛൻ്റെ അമ്മയുടെയും കണ്ണീരും നിസ്സഹായാവസ്ഥയും ന്യൂസ് ചാനലിൽ കണ്ടാണ് ഉറക്കമെണീറ്റത്. 42 വയസ്സുള്ള ദീപക് എന്നയാളാണ് ജീവനൊടുക്കിയത്. കാരണം എന്തെന്നാൽ KSRTC ബസ്സിൽ ഒരു വനിത സെക്ഷൽ ബൗണ്ടറി വയലേഷൻ ആണെന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ. അത് ഭയങ്കരമായ രീതിയിൽ വൈറലായി. പക്ഷെ വീഡിയോ കാണുന്ന പലരും പറഞ്ഞത് ഇത് തിരക്കുള്ള ബസ്സിൽ സംഭവിക്കുന്ന ഒരു ആക്സിഡൻ്റൽ കോണ്ടാക്റ്റ് ആകാം എന്നതാണ്. എന്തായാലും സത്യാവസ്ഥ എന്താണെന്നറിയാത്ത ഒരു ഔട്ട്സൈഡറാണ് ഞാൻ. പക്ഷേ ഈ സംഭവത്തിൽ നിന്ന് ഞാൻ കാണുന്ന ചില പാഠങ്ങളുണ്ട്. ഒന്നാമതായി പറയാനുള്ളത്, ഏതെങ്കിലും ഹറാസ്മെൻ്റ് ആയാലും ആദ്യം ചെയ്യേണ്ടത് സ്പോട്ടിൽ റിയാക്ട് ചെയ്യുക എന്നതാണ്. അതോടൊപ്പം കണ്ടക്ടറിനെയും ഡ്രൈവറിനെയും ഇൻഫോം ചെയ്യുക. ആവശ്യമെങ്കിൽ ലീഗൽ ആക്ഷൻ എടുക്കുക. കോടതിയല്ലേ നീതി തീരുമാനിക്കേണ്ടത്, സോഷ്യൽ മീഡിയ അല്ലല്ലോ. രണ്ടാമതായി, എവിഡൻസ് ഉണ്ടെങ്കിൽ അത് പോലീസിന് നൽകണം. പബ്ലിക് ഹ്യൂമിലിയേഷൻ വഴി ഒരാളുടെ ജീവിതം തകർക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. ഇനി മൂന്നാമതായി, സോഷ്യൽ മീഡിയ റീച്ചിന് വേണ്ടി സീരിയസ് അലിഗേഷൻസ് കണ്ടന്റാക്കി മാറ്റുന്നത് തെറ്റാണ്. ഒരു പോസ്റ്റോ ഒരു ക്യാപ്ഷനോ അല്ലെങ്കിൽ ഒരു 10 സെക്കൻഡ് വീഡിയോയോ ഒരാളുടെ ജോബ്, റെപ്യൂട്ടേഷൻ, മെൻ്റൽ ഹെൽത്ത് എല്ലാം തന്നെ നശിപ്പിക്കാം. അൺഫോർച്ചുനേറ്റ്ലി ദീപക് കേസ് ഈസ് എ പെയിൻഫുൾ എക്സാമ്പിൾ. എൻഡ് ഓഫ് ദ ഡേ എനിക്ക് സത്യാവസ്ഥ അറിയില്ല. ഞാൻ ആരെയും ജഡ്ജ് ചെയ്യുന്നുമില്ല. പക്ഷെ ഒരു കാര്യം മാത്രം പറയാം, സത്യാവസ്ഥ മനസ്സിലാക്കി തെളിവ് സഹിതം നിയമാനുസരണം മുന്നോട്ട് പോകുന്നതാണ് ശരി. സോഷ്യൽ മീഡിയ ജസ്റ്റിസ് എന്ന പേരിൽ വൈറൽ വീഡിയോസ് ഉണ്ടാക്കി ആരുടെയും ജീവിതം കളയരുത്. റീച്ചിനേക്കാളും ഫോളോവേഴ്സിനേക്കാളും ഒരു മനുഷ്യന്റെ ജീവിതമാണ് വലുത്. ഈ സംഭവത്തോടെങ്കിലും എല്ലാവരും മനസ്സിലാക്കട്ടെ. കത്തുകളൊക്കെ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ പോസ്റ്റ്മാൻ്റെ ജീവിതം ഇവിടെ കഴിഞ്ഞു.